രക്ഷപ്പെട്ടു. എന്റെ മുരുക, നിന്നെ വെട്ടിച്ച് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം എവിടെയാ കൊണ്ട് എത്തിച്ചെന്ന് നോക്കിയേ. ഡയലോഗ് അടിക്കാതെ പോയി വണ്ടി പാർക്ക് ചെയ്യടാ. പളനിമല മുരുകനു പള്ളിവേലായുധോ. ഐ ലോസ്റ്റ് ഹർ മച്ചാ, ഐ ലോസ്റ്റ് ഹർ. എവിടെ പോകാനാ? ഇവിടെ തന്നെ കാണും. പിടിയിന്ന് കാണാതായി. ഈ എല്ലാം നീ കാരണോടാ. ഞാൻ കാരണമല്ല, ദാ കാണുന്നില്ലേ. അമ്മാവൻ കുഴലും കയ്യിന്ന് പോയി. നീ എപ്പോഴാ വന്നേ? അല്ല, അത് പിന്നെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവൻ ഇങ്ങനെ തന്നെയാ. വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ആളിങ്ങെത്തും. കറക്റ്റ് അമ്മായി. അമ്മായിക്ക് ബുദ്ധിയുണ്ട്. ഞാനില്ലാതെ എന്ത് ചടങ്ങാ. മതി. തിരുമേനി ഇവിടെ കാത്തു നിൽക്കുന്നു. ആള് ഭയങ്കര കോപത്തിലാ. വാ വേഷവല്ലന്മാരെ പൂജ ചെയ്യുന്നിടത്തേക്ക് വാ. ഇങ്ങോട്ട് വരാൻ പറയുമ്പോ നീ അങ്ങോട്ടോടെ പോ. ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ ശ്രദ്ധിക്കും. ദർപ്പണം ചെയ്യുന്നവരൊക്കെ പൂണൂല് മാറ്റിക്കൊള്ളുക. ഹരീഷേ, പൂണൂല് മാറ്റി. അമ്മാവ, ഞാൻ പൂണൂല് മറന്നു. പൂണൂല് മറന്നു പോയെന്നു. വാടാ ഇങ്ങോട്ട് വാ. നിന്റെ സത്യമാണോ? എന്തേലും ആട്ടെ. കണ്ണും കണ്ടൂടെ? കഷ്ടം വെക്ക്. ശരിയാ, അതൊക്കെ പോട്ടെ. ഹരീഷ് ഞാൻ വിളിച്ചോണ്ട് വരാം. ഹലോ, എന്താ തിരക്ക്? കണ്ണ് കാണാൻ പാടില്ലേ? എന്നെ തള്ളിയത്? നിനക്ക് സാമാന്യ ബോധമില്ലേ? റോഡിൽ വെച്ച് ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിട്ട് പോയി. നിനക്ക് നല്ല അടി കിട്ടാത്തിന്റെ അഹങ്കാരമാ. കുറച്ചു നേരം ഒന്ന് മിണ്ടാണ്ടിരിക്കോ? എക്സാമിന് പോകുന്ന വഴിക്ക് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഡോക്ടർ പുരുഷോത്തമൻ സാറിന്റെ വായന ഞാൻ കേൾക്കണം. പോയി എല്ലാം മറന്നുപോയി. ഞാൻ എക്സാമിന് തോറ്റാലുണ്ടല്ലോ നിന്നെ ഞാൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? എടാ, എന്താണ്? നല്ല ശുദ്ധ മലയാളത്തിൽ അവൾ എന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ട് പോയടാ. കണ്ട കടുകുമണിയുടെ വലിപ്പമല്ലേ ഉള്ളൂ ഓക്ക്. അവളുടെ പേരെന്താന്ന് ചോദിച്ചിട്ട് വരട്ടെ. വേണ്ട, ഇനിയും വായിലിരിക്കുന്ന കേൾക്കും. കറക്റ്റ്. ഹേയ്, തന്റെ പേരെന്താ? ചൂലുംകെട്ട്. ശരി, ചൂലുംകെട്ട് സൂക്ഷിച്ചു പോ, അല്ലെങ്കിൽ തട്ടി വീഴും. നിന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ നിന്റെ തൊലി ഉരിച്ചെടുക്കും. ഓ, അങ്ങനെയാണോ? തന്റെ അച്ഛന്റെ പേരെന്താ? ട്രിവാൻഡ്രത്ത് ചെന്ന് രാജശേഖരൻ ആരാന്ന് ചോദിക്കേ, അപ്പ അറിയാം. രാജശേഖരൻ. മിസ്റ്റർ രാജശേഖരൻ, അതിസുന്ദരിയായ ഒരു മകളെ കിട്ടിയതിന് നിങ്ങൾ എവിടെയാണെങ്കിലും നീണാൾ വാഴട്ടെ. എടാ, നല്ല നോക്കി കുറച്ച് വീട്ടിലേക്ക് കൊടുത്തുവിട്. നിങ്ങളോട് കൂടിയാ ഞാൻ പറഞ്ഞത്, നല്ല നോക്കി കൊടുത്തുവിട്. ആ ആപ്പിൾ വെഡിങ് എടുത്തേ. എല്ലാവരും കേട്ടോളൂ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് എല്ലാവരും വീട്ടിലേക്ക് വരണം. അവിടെയാണ് എല്ലാവർക്കും ഊണ്. എല്ലാവരും വരണം. എന്താ വേലായുധ, വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് എന്നെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഇതാരും നമ്മുടെ കമ്മീഷൻ സാറല്ലേ? ഇത്ര വർഷമായിട്ട് ആളിനൊരു മാറ്റമില്ലല്ലോ. നല്ല ചാപ്പാടല്ലേ, അതുകൊണ്ടാ. ഞാനോർത്തു സാറ് എന്റെ പുറകെ ഓടി ക്ഷീണിച്ചതായിരിക്കും. തമാശക്കാരനല്ലേ? വണ്ടി കയറ്, സ്റ്റേഷൻ ചെന്ന് ബാക്കി പറയാം. എന്നോട് വണ്ടി കയറാനോ? ഞാൻ കത്തി പോലെ എടുത്തിട്ടില്ല, അറിയാമോ? അതിനല്ലേ എന്റെ കയ്യിൽ തോക്കുള്ളത്. ഹീറോയിൻ കടത്തി കുറ്റത്തിന് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ മോനെ? സാർ, ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങാൻ വന്നത് സാർ. 4 വർഷമായി നാട്ടുകാരെ പറ്റിച്ച് നടന്നും പറഞ്ഞിട്ട് ഇനി കല്യാണത്തിന്റെ പേരിലാണോ നിന്റെ തട്ടിപ്പ്? ദേ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കൈയും കെട്ടി വണ്ടി പോയിരുന്നു. എടോ രാജശേഖരൻ. ആ രാജശേഖരനാ, പോയി വണ്ടി കയറി. നീ ആരോടാ വണ്ടിയിൽ കയറാൻ പറഞ്ഞത്? ജീവനേക്കാൾ മാനത്തിന് വില കൽപ്പിക്കുന്നവനാ ഞാൻ. ഇത് ആരുടെ ഏരിയ എന്ന് അറിയാമോ നിനക്ക്? എന്താടാ മോനെ ഇത്? പോൺസിന്റെ പൗഡറാ? നിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ പൊക്കി. ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ മോനെ, ഒരു കേടും കൂടാതെ നിന്നെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും.
എന്താ കുറച്ചു മുമ്പ് രാജശേഖരൻ വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ യാചിക്കുന്നത്? ഞാൻ തെറ്റാ ചെയ്ത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഒന്ന് ജീപ്പിൽ കയറാൻ. എന്നിട്ട് നീ കേട്ടോ, ദേ ഇപ്പൊ തലയും കുത്തി ചാകാൻ കിടക്കും. അയ്യോ വേണ്ട സാർ. ജീവനിലും വലുത് മാനാന്നല്ലേ നീ പറഞ്ഞത്? മാനല്ല സാർ, ജീവൻ തന്നെയാ വലുത്. നീ ഇത് കൊണ്ടൊന്നും ശരിയാവില്ലടാ. സ്വന്തം കൊച്ചിനെ വരെ കൊലക്ക് കൊടുത്തവനല്ലടാ നീ. നല്ല ചെതറിയാലേ നീ ശരിയാവും. കോടതി കയറി നീ ഉടനെ ജാമ്യം എടുക്കുമല്ലോ. അയ്യോ ഞാൻ ജാമ്യം കൂടി ചോദിക്കില്ല സാർ, ഞാൻ കീഴടങ്ങിക്കോളാം സാർ. നിർത്തണം നിന്റെ കള്ളക്കരച്ചില്. ഈ സിറ്റിയിൽ ഹെറോയിൻ കള്ളക്കടത്തില് നമ്പർ 1 ആരാടാ? ഞാനാ സാർ. പാലക്കാട് 3 കൊല നടന്നല്ലോ, അതിന് കാരണക്കാരനാരാ? ഞാൻ കാരണം സാർ, ഞാൻ കാരണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാടാ? ഞാനാ സാർ, ഞാനാ സാർ, ഞാൻ തന്നെയാ സാർ. മതിയടാ, ഇങ്ങോട്ട് വാ.